ഇന്ത്യയിലെത്തുന്ന വിദേശ രാഷ്ട്രത്തലവന്മാരുടെ പ്രധാന സന്ദർശന കേന്ദ്രമാണ് നിസാമുദ്ദീൻ ദർഗയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഹുമയൂൺ ശവകുടീരം. മുഗൾ വാസ്തുവിദ്യയുടെ ശില്പഭംഗി വഴിഞ്ഞൊഴുകുന്ന ഹുമയൂണിന്റെ ശവകുടീരം ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ എത്തുന്ന ഇടങ്ങളിലൊന്നാണ്. 456 വർഷം പഴക്കമുള്ള ഈ സ്മാരകം ഇന്ത്യൻ ഉപദ്വീപിൽ പൂന്തോട്ടത്തോടെ നിർമ്മിച്ച ആദ്യ ശവകുടീര സമുച്ചയമാണ്. ചെങ്കൽ പൊടിയും സിമന്റ് പ്ലാസ്റ്ററുമാണ് മുഗൾ കാലത്ത് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. ഹുമയൂണിന് പുറമെ ഭാര്യ ബേഗ ബീഗം, ജഹന്തർ ഷാ എന്നിവരുൾപ്പെടെ മുഗൾ പരമ്പരയിൽപ്പെട്ട 16 പേരുടെ ശവകുടീരം ഇവിടെയുണ്ട്. വിശാലമായ വളപ്പിൽ നില ഗുംബാദ്, ഇഷാ ഖാൻസ് ഗാർഡൻ ശവകുടീരം, ബൂ ഹലിമാസ് ഗാർഡൻ, അറബ് സറായ് ഗെറ്റോയ്സ്, സുന്ദർവാല മഹൽ ആൻഡ് ബുർജ്, പത്തേഷവാല തുടങ്ങിയ സ്മാരകങ്ങളും ഉണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഓരോ വർഷവും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. വാസ്തുവിദ്യയും നിർമ്മാണ ശൈലിയും നോക്കിയാൽ താജ്മഹലിനും ഹുമയൂണിന്റെ ശവകുടീരത്തിനും പല സാദൃശ്യങ്ങളും കാണാൻ സാധിക്കും. ഹുമയൂൺ ചക്രവർത്തിയുടെ മരണശേഷം ഭാര്യ ഹമീദ ബാനു ബീഗം പേർഷ്യൻ വാസ്തുശില്പികളെ വിളിച്ച് ഭർത്താവിന്റെ ഓർമ്മക്കായി മനോഹരമായ എന്തെങ്കിലും സൃഷ്ടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. മകൻ അക്ബറിനെ ഇതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തു. പിറവി കൊണ്ടപ്പോഴേക്കും ഇന്ത്യയുടെ ചരിത്രത്തിന്റെ പ്രധാന സ്മാരകങ്ങളിലൊന്നായി ഹുമയൂൺ സ്മാരകം മാറുകയും ചെയ്തു.